ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഹരിയൂരപ്പ ശരണം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി രചിച്ച ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, അതിൽ പ്രഥമ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായമാണ് നമുക്കിന്ന് ഒന്ന് പാരായണം ചെയ്ത് ഒന്ന് സ്മരിച്ച് ഭഗവത് പാദത്തെങ്കിൽ സമർപ്പിക്കാനുള്ളത്. 5 അധ്യായങ്ങൾ നാം ഇന്നലത്തോടുകൂടി കേട്ട് കഴിഞ്ഞു. ഇന്നിപ്പോൾ നമുക്ക് കേൾക്കാനുള്ള ഈ 6-ാമത്തെ അധ്യായം, അതിലെ തത്വത്തിനെയൊക്കെ എല്ലാ വേദങ്ങളെയൊക്കെ 4ആക്കി പകുത്ത് ആ വേദാർത്ഥങ്ങളെ വളരെ ലളിതമായ രീതിയിൽ പുരാണങ്ങളിൽ വിശദീകരിച്ച്, അതിനും പുറമെ മഹാഭാരതം എന്നൊരു ബൃഹത്തായ ഗ്രന്ഥവും അദ്ദേഹം രചിച്ചു, വ്യാസമഹർഷി. എന്നിട്ടും മനസ്സിന് വേണ്ട പോലെ ഒരു ശാന്തി ലഭിച്ചില്ല, ഒരു അകൃതാർത്ഥത, താൻ ചെയ്യേണ്ടതൊന്നും ചെയ്തില്ലേരിക്കോ എന്നൊരു മഹർഷിക്ക് അങ്ങനെയാണ് ഒരു തോന്നലുണ്ടായത്. അങ്ങനെ വിഷണ്ണനായി ധ്യാനിച്ചിരിക്കുന്ന വ്യാസമഹർഷിയുടെ അടുത്തേക്ക് നാരദ മഹർഷി എത്തിച്ചേരുന്നതും അദ്ദേഹം ചെയ്ത പ്രവൃത്തിയിലുള്ള ന്യൂനത ചൂണ്ടിക്കാണിക്കുകയുമാണ്. ഇതൊക്കെ എഴുതിയെങ്കിലും ഗുരുവായൂരപ്പൻ്റെ യശസ്സിന്, പരിപാവനമായ ഭഗവാന്റെ കഥനത്തിന് പ്രാധാന്യം കൊടുക്കാത്ത ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് അങ്ങേക്ക് ശാന്തി ലഭിക്കാതിരിക്കുന്നത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് ശ്രീ ഗുരുവായൂരപ്പൻ്റെ യശസ്സിനെ, ആ കരുണയെ പ്രതിപാദിക്കുന്നതായ ഒരു ഗ്രന്ഥം അങ്ങ് എഴുതൂ എന്ന് പറയുകയാണ്. തൻ്റെ പൂർവജന്മകഥ കൂടി അതിന് പാകത്തിൽ അദ്ദേഹം പറഞ്ഞു കേൾപ്പിക്കുകയും ചെയ്യണം. അത്രയും പറഞ്ഞ് നിർത്തിയിട്ടാണ് കഴിഞ്ഞ അധ്യായത്തിൽ കേട്ടത്. കഥ കേൾക്കുന്ന അതിൽ എത്രത്തോളം ശ്രദ്ധയുണ്ട് വക്താവിന് എന്ന് അറിയാനാണെന്ന് നമ്മൾ പറയുകയുണ്ടായല്ലോ. വേദവ്യാസ മഹർഷി പക്ഷേ എങ്ങനെയായിരുന്നു വെച്ചാൽ, നാരദ മഹർഷിയുടെ ആ ജീവചരിത്ര ശ്രവണത്തിൽ അത്യധികം ശ്രദ്ധാലുവായിരുന്നു. അദ്ദേഹം ചോദിച്ചു, സന്യാസിമാർ പോയതിന് ശേഷം അങ്ങ് എങ്ങനെയാണ് ജീവിച്ചത്? ദാസീപുത്രനായി ജനിച്ച അങ്ങയ്ക്ക് എങ്ങനെയാണ് ശരീരം നഷ്ടപ്പെട്ടത്? അമ്മയ്ക്ക് എന്തു സംഭവിച്ചു? ഇന്ന് ഈ കാണുന്ന ദിവ്യ ശരീരം അങ്ങയ്ക്ക് എങ്ങനെ സ്വീകരിക്കാൻ സാധിച്ചു? ഈ ശരീരത്തിലിരിക്കുമ്പോഴും അങ്ങയ്ക്ക് എങ്ങനെയാണ് പൂർവജന്മത്തിൻ്റെ സ്മരണ ഉണ്ടായത്? അതെങ്ങനെ സാധിച്ചു? ഇതൊക്കെ എനിക്ക് വളരെ വിസ്തരിച്ച് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് വേദവ്യാസ മഹർഷി. ഇത് കേട്ട് വളരെ സന്തുഷ്ടനായി നാരദ മഹർഷി കഥ തുടരുകയാണ്. വളരെ ഹീനമായ കുലത്തിലുള്ള ജനനം, ദാരിദ്ര്യം, അടിമത്വം, ഇങ്ങനെയുള്ള ഈ വിഷമങ്ങളൊക്കെ കൊണ്ട് തന്നെ ഈശ്വരനിലേക്ക് അടുപ്പിച്ചു എന്നെ എന്ന് പറയുകയാണ് നാരദ മഹർഷി. മഹർഷിമാർ പോയി ആ ചാതുർമാസ്യം എന്നുള്ള വ്രതം കഴിഞ്ഞപ്പോൾ അവർ പോയി. കുറച്ചു കാലത്തിന് ശേഷം ഒരു ദിവസം അമ്മ പലതരം വീട് ജോലികൾ ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് പശുവിനെ കറക്കാൻ പോയി. അമ്മയെ ഒരു സർപ്പം കടിച്ച് മരിച്ചു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ദുഃഖം ഉണ്ടായില്ല കേട്ടോ. ശരിയാണ്, അമ്മ സർവസ്വവുമായിരുന്നു. പക്ഷെ അമ്മ നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് അശേഷം ദുഃഖമുണ്ടായില്ല. കാരണം സത്സംഗത്തിൻ്റെ മാഹാത്മ്യമാണത്. സത്സംഗം കൊണ്ട് മാത്രമാണ് സത്യം അറിയാൻ സാധിക്കുള്ളൂ. അത് ആ മഹർഷിമാരുടെ അനുഗ്രഹം കൊണ്ട് സാധിച്ചു എനിക്ക്. അമ്മയുടെ അകാല മരണം സാധാരണ നിലയ്ക്ക് ഒരു ഏകമകനായ അനാഥനായ തന്നെ അത് വല്ലാതെ ബുദ്ധിമുട്ടിക്കേണ്ടതായിരുന്നു. പക്ഷേ ലവലേശം ബാധിച്ചില്ല. അതൊക്കെ സത്സംഗത്തിൻ്റെ മാഹാത്മ്യം തന്നെയാണ്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അതെനിക്ക് അമ്മയുടെ മരണം പോലും ഒരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാരണം പ്രാപഞ്ചികമായ സകല ബന്ധങ്ങളും അതോടുകൂടി ഇല്ലാതെയായി. താൻ സർവസ്വതന്ത്രനായി തീർന്നു. സത്സംഗം കൊണ്ട് നമ്മുടെ ഉള്ളിൽ പരിപാകത വരികയാണ് എന്നാണ്
നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഞാൻ അവിടുന്ന് യാത്ര തിരിച്ചു. വടക്ക് ഭാഗത്തേക്ക് ലക്ഷ്യം വെച്ച് നടന്നു. ഒരുപാട് സ്ഥലങ്ങളിലൂടെ, പല പല സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു. കാടുകൾ, മേടുകൾ. അവസാനം ഞാൻ ബദരികാശ്രമത്തിലെത്തി. അവിടെ ഞാൻ ധ്യാനനിമഗ്നനായിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഉള്ളിലെനിക്ക് ഒരു ദിവസം ശ്രീ ഗുരുവായൂരപ്പനെ കാണാൻ സാധിച്ചു. ഒരു ഇടിമിന്നൽ പോലെ ഒരു ദിവ്യ തേജസ് ഒന്ന് പ്രത്യക്ഷപ്പെട്ടു, പെട്ടെന്ന് മറയും ചെയ്തു. വല്ലാത്ത വിഷമമായി എനിക്ക്. വീണ്ടും ആ ദിവ്യരൂപത്തിൻ്റെ ദർശനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ അതിന് വളരെ കഷ്ടപ്പെട്ടു. ഗുരുവായൂരപ്പനോട് കേണ് പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു നോക്കി. ഒരു ഫലവും ഉണ്ടായില്ല. എൻ്റെ ഈ ജിജ്ഞാസ കണ്ടിട്ടാണോ എന്നറിയില്ല, കരുണാനിധിയായ ശ്രീ ഗുരുവായൂരപ്പൻ ഒരശരീര രൂപത്തിൽ ഇങ്ങനെ പറഞ്ഞു, ഉണ്ണി നാരദ, ഈ ജന്മത്തിൽ എന്നെ കാണാൻ അർഹിക്കുന്നില്ല, അതിന് സാധിക്കുകയുമില്ല. ഭജനം കൊണ്ട് കുറേ കൂടി പക്വത വരട്ടെ. ഇപ്പോൾ അപക്വമാണ്. പക്വത വന്നാൽ, ഈ പ്രാരബ്ധം തീർന്നാൽ ഈ ശരീരം വീണുപോവും, ക്രമേണ എന്നിലെത്തിച്ചേരും. പിന്നെ നമ്മൾ തമ്മിൽ ഒരിക്കലും വേർപാടുണ്ടാവില്ല എന്ന് ഭഗവാന്റെ വാക്കുകൾ കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എല്ലാറ്റിലും എപ്പോഴും ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ഒന്നിലും ഒരു ബന്ധവും മമതയും വയ്ക്കാതെ അങ്ങനെ ഭൂമിയിൽ ഞാനങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സദാ ഭഗവാന്റെ തിരുനാമം കീർത്തിച്ചുകൊണ്ട് എനിക്കറിയാവുന്ന കഥകളൊക്കെ എനിക്ക് പറ്റുന്ന മാതിരിയൊക്കെ പാടിക്കൊണ്ട് മറ്റൊരു ചിന്തയുമില്ലാതെ അങ്ങനെ കാലം കഴിച്ചു. പ്രാരബ്ധം അവസാനിച്ചപ്പോൾ ഈ ശരീരം വീണുപോയി. ഞാൻ ബ്രഹ്മാവിൽ വിലയം പ്രാപിച്ചു. പിന്നീട് ഞാൻ ബ്രഹ്മപുത്രനായി. ഇങ്ങനെ ഒരു ശരീരം എനിക്ക് കിട്ടി. അത് വെറും ഭജനാനന്ദം അനുഭവിക്കാൻ മാത്രം സ്വീകരിച്ച പോലെയാണ്. അല്ലയോ വ്യാസമഹർഷേ, ഭഗവാന്റെ ഭജനാനന്ദം അനുഭവിച്ചും അന്യരെ അത് അനുഭവിപ്പിച്ചും, അതാണ് സജ്ജനങ്ങളിലൊരു വലിയൊരു നന്മയാണത്. അവർ ആ സച്ചിദാനന്ദം അനുഭവിക്കണു, അതോടൊപ്പം തന്നെ ആ അനുഭവം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അങ്ങനെ നാരദരും അങ്ങനെ അനുഭവിപ്പിച്ചു. ഇങ്ങനെ ലോകത്ത് മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. എനിക്ക് നേരിട്ട് ഈ കണ്ടില്ലേ എൻ്റെ കയ്യിലുള്ള ഈ വീണ, ഇതാര് നേരിട്ട് തന്നതറിയോ? ശ്രീ ഗുരുവായൂരപ്പൻ നേരിട്ട് സമ്മാനിച്ചതാണ്. നാമം ജപിക്കുമ്പോൾ ഇതിൻ്റെ തന്ത്രികൾ താനെ ഇങ്ങനെ നാദം വിട്ടും. ഇതിന് പേര് മഹതി എന്നാണ് കേട്ടോ. ഈ ലോകത്ത് ഞാൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എല്ലാ സമയത്തും ഞാൻ തിരുനാമങ്ങൾ ചൊല്ലിക്കൊണ്ട് ഈ വീണയും മീട്ടിക്കൊണ്ട് അങ്ങനെ നടക്കും. ഞാൻ എപ്പോൾ ഭഗവാനെ മനസ്സിൽ വിചാരിച്ചാലും, കൃഷ്ണ എന്ന് വിചാരിച്ച ശ്രീകൃഷ്ണ രൂപത്തിൽ, രാമ എന്ന് വിളിച്ചാൽ ശ്രീരാമചന്ദ്രസ്വാമിയായിട്ട്, ഏത് രൂപത്തിലാണോ ഞാൻ മനസ്സിൽ ധ്യാനിച്ച് വിളിക്കുന്നതെങ്കിൽ ആ രൂപത്തിൽ വന്നിട്ട് ഭഗവാൻ പറയും, എന്താ ഉണ്ണി വിളിച്ചുവോ എന്ന് ചോദിക്കും. അത്രയധികം ഞങ്ങൾ അത്ര അടുത്താണ് എന്നർത്ഥം. ആ ഭഗവാനെ അത്രയും അടുത്താണ്, എപ്പോഴും കൂടുന്നുണ്ട്. ഭഗവാനെ ഒരു നിമിഷം പോലും എനിക്ക് വിസ്മരിക്കേണ്ടതായി വന്നില്ല. കാരണം എന്താ, എൻ്റെ ചുണ്ടിൽ എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ നാമമുണ്ട്. ഈ പറഞ്ഞതിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കണം. ഒരു ജീവൻ്റെ സംസാരമോചനത്തിനുള്ള മാർഗം എന്താണെന്ന് വ്യാസമഹർഷിയായിട്ടുള്ള എല്ലാം അറിയുന്ന അങ്ങയ്ക്ക് മനസ്സിലാവുമല്ലോ. സത്സംഗത്തിൽ നിന്നുണ്ടാവുന്ന വിവേകത്തിൽ നിന്നുണ്ടാവുന്ന ഭജന പ്രക്രിയ, അതാണ് ഈ സംസാരത്തിൽ നിന്നും ഒരു ജീവന മുക്തിക്ക് കാരണമാവുന്നത്. സർവജ്ഞനായ അങ്ങയ്ക്ക് ഇതൊന്നും അറിയാത്തതല്ലല്ലോ. അങ്ങയ്ക്ക് എന്താ അറിയാത്തതുള്ളത്? അങ്ങയ്ക്ക് സമാധിയിലെല്ലാം കാണാൻ സാധിക്കും. ഗുരുവായൂരപ്പനെ എന്നെ അനുഗ്രഹിക്കും. വേണ്ട മാതിരി വേണ്ടതൊക്കെ തെളിഞ്ഞു വരും. ഭക്തി പ്രധാനമായ ശ്രീ ഗുരുവായൂരപ്പൻ്റെ യശസ്സിനു പ്രധാനമായ ഒരു ഗ്രന്ഥം അങ്ങ് ലോക നന്മയ്ക്കായിട്ട് രചിക്കണം. അതുകൊണ്ട് മാത്രമേ അങ്ങയ്ക്ക് ആത്മശാന്തി ലഭിക്കും. അത് മറ്റുള്ളവർക്കത് വളരെ ഉപകാരപ്രദമാവും, സംശയിക്കേണ്ട എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാരദ മഹർഷി അവിടുന്ന് യാത്രയായി. അതാണ് ഈ അധ്യായത്തിൽ, 6-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ഇനി നമുക്ക് 7-ാമത്തെ അധ്യായം ബാക്കി നമുക്ക്
നാളെ നമുക്ക് അനുസ്മരിക്കാം. ഇപ്പം നമുക്ക് 6-ാമത്തെ അധ്യായം ഒന്ന് പാരായണം ചെയ്ത് ഭഗവത്പാദത്തിൽ സമർപ്പിക്കാം. എല്ലാം ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം, ഭക്തരുടെ പ്രാർത്ഥന. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സദ്ഗുരുനാഥ് ഭഗവാൻ കി ജയ്. ശ്രീമദ് ഭാഗവത മഹാപുരാണം സംജ്ഞാസംഗ്രഹം, പ്രഥമസ്കന്ധം, അധ്യായം 6. ശ്രീ വടശ്ശേരി ഹരിനമ്പൂതിരി രചിച്ചത്. വ്യാസനോദി മുനെ വിപ്രർഗമിക്കവേ, പിന്നെന്തു ചെയ്തങ്ങ് കുട്ടിയല്ലേ ഭവാൻ? കൽപ്പം കഴിഞ്ഞിട്ടും ഓർമ്മയുണ്ടോ ഇത്? അമ്മ എന്തായി ചൊല്ലു നാരദനായതും. നാരദനോദി ഒരേയൊരു പുത്രൻ ഞാൻ, ഭർത്താവുമില്ല എന്നമ്മയ്ക്കുമാമുനെ. എന്നെ വലുതാക്കാൻ വിദ്യയേകാനമ്മ മോഹിച്ചു മറ്റൊന്നുമോർത്തില്ല സാത്വിക. പൈക്കറവയ്ക്കായി ഒരു നാൾ ഗമിക്കവേ, സർപ്പദംശം ഏറ്റു പാവം മരിച്ചുപോയി. ദുഃഖിച്ചില്ലെന്നു ഞാൻ യാത്ര ചെയ്തു മുനെ, ഉത്തരദിക്കിൽ പുഴയോരമെത്തി ഞാൻ. ദാഹപശി തീർത്തു ആൽമര ചോട്ടിലായി ചെന്നിരുന്നു മനം ഏകാഗ്രമാക്കി ഞാൻ. രൂപത്തെ ധ്യാനിച്ചു ചിത്തിലെത്തി ഹരി. ആനന്ദമഗ്നനായി രോമാഞ്ചം പൂകി ഞാൻ. ഏറെ നേരം കണ്ടുമാഞ്ഞു ഹരി തഥാ. വീണ്ടും ശ്രമിച്ചു ഫലിച്ചില്ല മാമുനെ. അപ്പോൾ ശരീരി കേട്ടു, നിനക്കിനി കാണില്ല ഈ ജന്മം കാട്ടി അറിയുവാൻ. എന്നിൽ ദൃഢചിത്തനായി കഴിയുക നീ. എന്നിലെത്തും സുതാ പ്രാരബ്ധം തീർത്തുടൻ. സാധിച്ചു സത്സംഗമേന്മയാൽ കണ്ടെന്നെ. ഭക്തി ഉറയ്ക്കയാൽ വേർപിരിയില്ല നാം. എന്നിൽ ഭഗവത് കൃപയുണ്ടറിഞ്ഞു ഞാൻ. ശിഷ്ടകാലം തീർത്തു ധ്യാന നിമഗ്നനായി. ഒന്നുമറിഞ്ഞില്ല കാലം കഴിഞ്ഞതും. മിന്നലിൽ വേഗത്തിൽ തീർന്നുപോയി ജന്മവും. വൈകുണ്ഠമെത്തി ഹരി സേവ ചെയ്തു ഞാൻ. കൽപ്പത്തിൽ ബ്രഹ്മാവിൽ ചേർന്നു ജനിച്ചുടൻ. പ്രാണനിൽ നിന്നു ഞാൻ മാനസപുത്രനായി. നാരദനായി ഹരിസേവ ചെയ്തു സ്ഥിരം. തന്നു ഭഗവാൻ മഹതിയാം വീണയും. താനമീട്ടുന്നു സ്വരം നാമം ചൊല്ലുകിൽ. എപ്പോഴും ഹൃത്തിൽ വിളങ്ങുന്നു ശ്രീഹരി. കാട്ടിത്തരും രൂപം മോഹമുദിക്കവേ. പഞ്ചവിഷയത്തിൽ മുങ്ങുന്ന ജീവനെ രക്ഷിക്കണം ഭവാൻ ഭാഗവതത്തിനാൽ. ശ്രീഹരി ലീലകൾ വർണ്ണിച്ചു നേടണം ശാശ്വത ശാന്തി മനം ഒപ്പം സജ്ജനം. അഷ്ടാംഗയോഗവും സിദ്ധികളൊക്കെയും ശാന്തി തരില്ല സമതമം വൻതപം. ഹൃത്തിൽ ഹരി ഭക്തിയൊത്തു കയറിയാൽ ആനന്ദം നേടും മറക്കും പ്രപഞ്ചവും. ഇങ്ങനെ പൂർവജന്മത്തെ കഥിക്കയും ഹൃത്തിൽ ഭഗവാനെ കണ്ടുകൊണ്ടും മുനി. യാത്രയായി ഭാഗവതം പറഞ്ഞ ഋഷി
വ്യാസനോതി ധന്യൻ നാരദൻ സർവഥാ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ശ്രീരാധേശ്യം. ഹരയേ നമ. സ്കന്ധം 1 അധ്യായം 6 സമാപ്തം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സർവത്ര സർവത്ര ഗോവിന്ദ ഗോവിന്ദ. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരയേ നമ. ഹരയേ നമ. ശ്രീ ഹരയേ നമ.